ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് 3-ാം തീയതി ആണ്ടാ. അതായത് ഞാനിന്ന് ഓടാനിറങ്ങുന്നത് 9:37 സോ ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി തന്നെയാണ്. മട്ടാഞ്ചേരിയിലുള്ള ഒരു ഉള്ളുവഴിയിൽ കയറിയിരിക്കണേണ്ടാ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പതിവ് പോലെ തന്നെ ഊബർ ഓണാക്കുക, ഒല ഓണാക്കുക, യാത്ര ഓണാക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഓക്കെ, ഫോണിന് ചാർജില്ലടാ. ഇന്നലെ രാത്രി കിടന്നപ്പോൾ കുത്തി വെച്ചില്ല ഗൈസ്, അതാണ് സംഭവം. ഊബറിൽ എത്ര രൂപ കൊടുക്കാനുണ്ട്? 227 രൂപ കൊടുക്കാനുണ്ട്. ഒല്ലയിലൊന്നും കൊടുക്കാനില്ലടാ. യാത്രയും നമുക്ക് ഓണാക്കിയിട്ടേക്കാടാ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടാ. സോ മഴ ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ ഞാൻ അവിടെ തന്നെ ക്ലീനാക്കി സെറ്റാക്കി ഇട്ടേക്കാനാണ്. ഇനി നമുക്ക് ട്രിപ്പ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തേണ്ട, അത് മറ്റേ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് മാത്രം മതി എനിക്ക്, ഇതിൻ്റെ ആവശ്യമില്ല. ഈ സാധനം എടുത്ത് ഇവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വിഷ്വൽസും കൂടി കുറച്ച് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഓർഡർ ചെയ്തേണ്ട. ഈ ഒരു പൊസിഷനിൽ ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വിഷ്വൽസും കൂടി എനിക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ. അതാ സംഭവം കേട്ടോ. കേസ് ഇന്ന് ചൊവ്വാഴ്ച ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര ഓട്ടം കുറവായിരിക്കും. ഇന്ന് ചൊവ്വാഴ്ചയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും വണ്ടിയായിട്ട് ഇറങ്ങി. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല എനിക്ക്. സോ ഇന്നൊരു വൈകിട്ട് ഒരു 6-7 മണി വരെയൊക്കെ ഓടാനുള്ള പരിപാടിയാണ്. എത്ര രൂപ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാട്ടാ. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കണേന്നുള്ളത് നമുക്കിന്ന് വഴിയെ കാണാട്ടാ. ഒന്നുമില്ലാത്ത പ്ലാനിങ് ആണ് സത്യത്തിൽ. എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും ഊബർ കാരണം. സോ എങ്ങോട്ടായിരിക്കും പോണേന്ന് അറിയില്ല, നമുക്ക് വഴിയെ കാണാം. ഗൈസ്, ഓട്ടം വന്നിട്ടുണ്ട് കേട്ടാ. ഇൻട്രസിറ്റി ആണെന്ന് തോന്നുന്നു. മൂവാറ്റുപുഴയിലേക്കാണ് ഓട്ടം കിട്ടിയേക്കണം. ഫസ്റ്റ് സെറ്റ് ഗൈസ്. പോകുന്ന വഴിക്ക് നമുക്ക് CNG അടിക്കണം കേട്ടോ. പെട്ടിരിക്കണം. അപ്പം ചോദിച്ചിട്ട് നമുക്ക് CNG അടിക്കാം. ഗൈസ്, ഞാനിപ്പോൾ വിശ്വജ്യോതി കോളേജിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടാണ്. 1500 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടാ. അതിൽ 1100 റുപ്പീസാണ് സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് ബാക്കി ഊബറിന് പോകും. ഇപ്പം സമയം 12 മണി കേട്ടോ. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ. ഇതാണ് ഊബറിൻ്റെ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയാൽ നമ്മൾ എപ്പോൾ എങ്ങോട്ടേക്കാണ് പോകണേന്നൊരു പിടുത്തമുണ്ടാവില്ല. മനസ്സിലായ? അതൊരു അടിപൊളി പരിപാടിയാണ്. എങ്ങോട്ട് വേണമെങ്കിലും പോവാം നമുക്ക്. സോ ഇപ്പം ഈ വന്നവർ തിരിച്ച് റിട്ടേൺ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇപ്പോഴല്ല, 4 മണിക്കാണ് റിട്ടേൺ ഉള്ളത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് കാലിയടിച്ച് പകുതി പുത്തൻകുരിശ് വരെയൊക്കെ പോകേണ്ടി വരും. സോ ഞാൻ ആലോചിക്കണത് ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാമെന്നാണ്. 12 മണിയായി. നേരെ ഫുഡ് അടിക്കുക, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ എണീറ്റ് കഴിയുക. സംഭവം തിരിച്ച് റിട്ടേൺ ട്രിപ്പുമായി 1500 തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ 3000 റുപ്പീസാണ്. നമ്മൾ ഇവിടെ നിന്ന് കാലിയടിച്ച് പോയി അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണതിനേക്കാളും നല്ലത് എനിക്ക് തോന്നണത് ഇവിടെ തന്നെ നിന്ന് അവരെയും കൊണ്ട് പോകണമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടും വണ്ടി വെറുതെ അലച്ചിലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അലച്ചിലില്ല. സോ ഇവിടെ തന്നെ നിൽക്കാനാണ് എൻ്റെ തീരുമാനം. അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയി ഒന്ന് യൂറിനേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ സ്ഥലത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ടും കൂടി പോവാട്ടാ. ഞാൻ ഒന്ന് പെട്രോൾ പമ്പ് നോക്കട്ടെ അടുത്തുള്ള. ഞാനിവിടുത്തെ പെട്രോൾ പമ്പിൽ വന്ന് പരിപാടി സെറ്റായി. സമയം 12:11 നല്ല പോസ്റ്റുള്ള ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും തണലത്തിട്ട് കിടന്നുറങ്ങാം, അത്രേ പറയാനുള്ളൂ. എന്തായാലും നൈസായി. പിന്നെ ഞാൻ ഈ ഗസ്റ്റിനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഫോണിൽ വെക്കാൻ വിട്ടുപോയി. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒരു തണൽ നോക്കിയിട്ട് പോവാട്ടാ. ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായാലും മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടാണ്. വിശ്വജ്യോതി കോളേജിലേക്കാണ് വന്നത്. ഒരു അമ്മയും മോളുമായിരുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി വന്നാണ്ടാ. എക്സാം കഴിഞ്ഞ് 4:30 മണിയാവുമെന്ന് പറഞ്ഞേക്കണത്. 4:30 മണി വരെ എന്തായാലും പോസ്റ്റ് അടിക്കാം, എവിടെയെങ്കിലും കിടന്ന് പോസ്റ്റ് അടിക്കാം. ഗൈസ്, തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഉണ്ട്. തൊമ്മൻകുത്ത് വാട്ടർഫോൾസ്. അവിടെ ഞാൻ പോയതാണ്. പിന്നൊരു ഇത് കണ്ടായിരുന്നു ഞാൻ, ഒരു ഹിൽ ടോപ്പ് കണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തിരി ഓഫ് റോഡാണ് കാണിക്കണത്, അതുകൊണ്ടാണ് പോകാനൊരു മടി. മണിയത്തിരം ഹിൽ ടോപ്പ്. നമ്മൾ നിൽക്കണ സ്ഥലത്ത് ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്, ചക്കിപ്പാറ എന്നാണ് കാണിക്കണത്. ചക്കിപ്പാറ 7 മിനിറ്റ് കാണിക്കണുള്ളൂ.
അവിടെ ഒന്ന് ചെന്ന് നോക്കാം നമുക്ക്. ഓഫ് റോഡ് ആണെങ്കിൽ ഞാൻ കയറ്റില്ല കേട്ടോ ഗൈസ്, കാരണം വണ്ടിക്ക് സീനുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കൂല. ആ വീൽ കപ്പ് കൊള്ളാല്ലേ ആ വണ്ടിയിൽ ഇട്ടേക്കണത്, ആഹാ അടിപൊളി സാധനം. ഇത് നമുക്ക് മേടിച്ചിട്ടാലോ, ഇതെവിടെ കിട്ടും ഗൈസ്? ഗൈസ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഊണ് കിട്ടുമോ നോക്കാട്ടാ, എന്നിട്ട് നമുക്ക് മാറി എവിടെയെങ്കിലും പോസ്റ്റ് അടിക്കാം. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടില്ലേ, അവിടെ പക്ഷെ തിരക്കാണ്. കോളേജിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാരും കയറി ഫുഡ് അടിക്കാനാണ്. പിന്നെ നേരെ ഒരു കള്ള് ഷാപ്പ് കണ്ടായിരുന്നേട്ടാ. കള്ള് ഷാപ്പിൽ പോയിരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഒരു തൃപ്തി വന്നില്ല. അതാ ഇങ്ങനെ മടിഞ്ഞിരിക്കണം. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഈ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ബാക്കിൽ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ പോയി കഴിക്കാം. ഗൈസ് നല്ലൊരു മഴ വന്നിട്ടാ, അടിപൊളി. ഞാനിങ്ങനെ ഒരു പേഴ്സും കൂടി മേടിച്ചിട്ടാ, നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ വെക്കാനും പിന്നെ QR കോഡ്, പേന, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ്ടാ. അന്ന് 350 രൂപ കൊണ്ടായിട്ടാ ആമസോണിൽ മേടിച്ചതാണ്. നൈസ് പ്രൊഡക്റ്റ് ആണ്ടാ, സീനില്ല. ഗൈസ് ഞാനൊരു കടയിൽ കയറി ഷവായി കഴിച്ചിട്ടാ, കൊള്ളായിരുന്നു, നൈസായിരുന്നു. ആ ടൈമിൽ ആ സൈഡിലൊരു നമ്മുടെ ഊബർ ഓടുന്ന ഒരു മച്ചാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, മലപ്പുറത്തുള്ളതാണ്. പുള്ളിയും കൂടി വന്ന്, അപ്പം ഞങ്ങൾ ഫേസ് ടു ഫേസ് ആയിരുന്നത്. പിന്നെ സംസാരിച്ച് പുള്ളി ഇതേപോലെ കലൂരിന്ന് അടി കിട്ടി വന്നിട്ടുണ്ട് ഈ കോളേജിലേക്ക്. പുള്ളി ഇപ്പം തന്നെ ഓടിയിട്ടാ, ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു അടി വന്ന്. സോ പുള്ളി ഓടി നേരെ തൊടുപുഴ സൈഡിൽ നിന്നാണ് ഒരു അടി വന്നേക്കണത്. 23 മിനിറ്റ് ഉണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ. സോ പുള്ളി പോണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ടിട്ടാ കലൂരിലേക്ക് തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്ത്. അത് കിട്ടിയാൽ പുള്ളി രക്ഷപ്പെട്ട്. നമ്മ എന്തായാലും പോസ്റ്റ് അടിച്ച് നിൽക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. അവരോട് വാക്ക് പറഞ്ഞാലേ 4 മണി, ഇപ്പം 1:20 ഇപ്പം ആ കൊച്ചി എക്സാമിന് കയറിയിട്ടുണ്ടാവും. ഇനി 4 മണി വരെ നമുക്ക് പോസ്റ്റ് അടിച്ചിരിക്കാം. 4-4:30 എന്നാ പറഞ്ഞേട്ടാ, വെയിറ്റ് ചെയ്യാം. ഞാൻ ആ റോട്ടിൽ നിന്ന് മാറ്റി ഒതുക്കിയിട്ടാ, ഇനി ഇവിടെ കിടന്നുറങ്ങാം കുറച്ചു നേരം. ലുഡോ ഗെയിം ഉണ്ട്, ലുഡോ ഗെയിമും കളിച്ചിരിക്കാം ഇനി കുറച്ചു നേരം. എന്താ സുഖം ഗൈസ്. എന്തായാലും കുറച്ചു നേരം ഞാൻ കിടന്നുറങ്ങി, ലുഡോ ഒക്കെ കളിച്ചിട്ട് ഒരു 3:30-4 മണിയാകുമ്പോൾ കാണാട്ടോ നമുക്ക്. 3.5 മണിക്കൂറാണ് പോസ്റ്റ്. ഞാൻ ഊബർ മൂലയൊക്കെ ഓഫാക്കിയിട്ടിട്ടാ ഗൈസ്, കാരണം അതിൽ ട്രിപ്പ് അടിച്ചായിരുന്നു, ഊബറിൽ ട്രിപ്പ് അടിച്ചായിരുന്നു. ഇപ്പം വെറുതെ അതിൻ്റെ പ്രയോറിറ്റി കുറയ്ക്കണം, എന്തിനാ സീനാക്കണ്ടെന്ന് വിചാരിച്ച് ഞാനതൊക്കെ ഓഫാക്കി. കുറച്ചു നേരം കിടന്നു. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ 2 മണിയായി. ഇനി 2.5 മണിക്കൂറും കൂടി പോസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ നമ്മ കസ്റ്റമറോട് ചോദിക്കണോടാ, നിങ്ങൾ റിട്ടേൺ ഉണ്ടാന്ന്. അവർ ശരിക്കും ബസ്സിന് പോരാൻ വേണ്ടി ഇരിക്കണായിരുന്നു. അപ്പം ആ കൊച്ചു പറഞ്ഞ് നമുക്ക് വണ്ടിക്കാരന് തന്നെ പോകാമ, ആ സമയമാണ് റിട്ടേൺ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മ വീടെത്തുമ്പോൾ ഇരുട്ടാവുമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടാ. അങ്ങനെ സെറ്റാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കാറിലുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യൂലേ എന്ന് വെച്ച്. അങ്ങനെ നമുക്ക് ഈ ട്രിപ്പ് കൂടി കിട്ടിയിട്ടാ. അങ്ങനെ കിട്ടിയ ട്രിപ്പാണ്. സത്യത്തിൽ നമുക്ക് സംസാരിച്ച് വീഴ്ത്താൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. അവർ നമ്മ മിണ്ടാതെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പും കിട്ടൂല, ഒന്നും കിട്ടൂലടാ. നൈസായിട്ട് സംസാരിച്ച് സെറ്റാക്കാം, അത്ര എനിക്ക് പറയാനുള്ള കേസ്. എന്തായാലും അവർക്കൊരു ഉപകാരമായി. നമുക്ക് കുറച്ച് പോസ്റ്റ് ഉണ്ടെങ്കിലും സംഭവം നമുക്കൊരു ട്രിപ്പായില്ലേ. 10,000-3000 രൂപ കയ്യിലായി, ഒരു 600 രൂപയുടെ CNG സെറ്റായി. എന്തായാലും ഇവിടെ പോസ്റ്റ് അടിക്കുക. വണ്ടി ഓഫാക്കിയിട്ടേക്കണേ, വണ്ടി കത്തിച്ച് വണ്ടിയുടെ CNG വെറുതെ തീർക്കണ്ട ഗൈസ്. ഇപ്പോൾ ആ സമയം 3:33 പോസ്റ്റ് അടിച്ച് മരിച്ചു ഗൈസ്. എൻ്റെ പൊന്നോ, കുറേ നേരം യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിരുന്നു, പിന്നെ ലുഡോ കളിച്ച്, ഇതൊക്കെ തന്നെ പരിപാടി ഇടാ. അയ്യോ അതെ, ഈ സാധനത്തിനെ പീസാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ആവും. അടിയിൽ മറ്റേ സ്റ്റിക്കറുണ്ട്, ഡബിൾ ടാപ്പ് സ്റ്റിക്കറുണ്ട്. നമുക്ക് ഫോൺ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ പീസ് ഞാനിപ്പോൾ വെറുതെ വെച്ചേക്കാനാണ്, അതെടുത്ത് ഞാൻ കളയോടാ, അത് ശോകമാണ്. 1 മണിക്കൂറും കൂടി ഇനി വെയിറ്റ് ചെയ്യണോടാ. ഞാനിപ്പോൾ ഇത്തിരി നേരം AC ഒന്ന് ഓണാക്കിയിട്ടാ, ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. അവിടെ ഒരു കട കാണാൻ കേട്ടാ, ചായക്കട. അവിടെ പോയി ഒരു കട്ടൻ ചായ കുടിച്ച് സെറ്റായിട്ടിരിക്കാം ഗൈസ്. ഇവിടെ നിന്ന് ഒരു ചായയും കുടിച്ചിട്ടാ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇനി 1 മണിക്കൂറും കൂടി പോസ്റ്റ് ഉണ്ട് ഗൈസ്. ഇപ്പം ആ ചായ കുടിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ നല്ലൊരു വിറ്റുണ്ടായിരുന്നു, കിട്ടില്ല വിറ്റാണ്. ഞാനവിടെ ചായ കുടിച്ചോണ്ടിരിക്കണേടാ. അപ്പോൾ ഒരു പൊക്കവും മണ്ണൊക്കെ ഉള്ള ഒരാള് നൈസായിട്ട് വഴി കൂടി പോണവരോടൊക്കെ പൈസ എന്നുള്ള സീൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിത് കണ്ടോണ്ടിരിക്കണാണ്. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സ്ഥിരം പുള്ളി ആയിരിക്കും, വല്ല ഗുണ്ട തലവനായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നൈസായിട്ട്, ഞാനും വല്ല മൈൻഡൊന്നും ചെയ്യാനുള്ള അവൻ നൈസായിട്ട് ഒന്ന് ചായം കുടിച്ച് ഇങ്ങനെ ഇരിക്കണേടാ. അപ്പോൾ ലാസ്റ്റ് ഇയാൾ എന്നെ കണ്ട്
ഇയാളെന്നെ കാണുമ്പോൾ വൈറ്റൊക്കെ ഇട്ട് ഇപ്പം വേറെ ലെവലി സാധനം ആ മൂടായിരിക്കും. ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പൈസ എന്നുള്ള സീൻ പറഞ്ഞു. എൻ്റെ പൊന്നെ കഴിച്ച് ഞാനപ്പോൾ ചോദിച്ചു എന്തിന് പൈസ തന്നെ, ഞാൻ എന്തിനാ പൈസ തരേണ്ടത്, ഞാൻ പൈസക്ക് വേണ്ടി എവിടെ വന്നേക്കണെന്ന് വെച്ചു ഇങ്ങനെ പറഞ്ഞിട്ടാ. അപ്പം അയാൾ പറയണേ വിശന്നിട്ടാണെന്ന്. അപ്പോഴേക്കൊരു കുട്ടിയതല്ല, അയാൾക്ക് 2 അടിക്കാനൊക്കെ ചിലപ്പോൾ 2 അടിക്കാനായിരിക്കും, മനസ്സിലായി. വിശന്നിട്ടാണെന്ന് പറഞ്ഞു. വിശന്നിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ 2 മുളക് ബജി തരാമെന്ന് പറഞ്ഞു. 2 മുളക് ബജി മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പയ്യൻ ഹിന്ദി പയ്യനെടുത്ത് പറഞ്ഞു 2 മുളക് ബജി കൊടുക്കാൻ പറഞ്ഞു. ഇവൻ എടുത്ത ഇതാണ്ട ഇവിടെയൊക്കെ ആളൊഴിഞ്ഞ സ്ഥലമാണ്. 2 മുളക് ബജി എന്ന് പറഞ്ഞാൽ 4 മുളക് ബജി വെച്ചു കൊടുത്തവൻ, മനസ്സിലായി. അവൻ്റെ കച്ചവടം നോക്കി അതിൻ്റെ ഇടയിൽ കൂടി. ഞാനപ്പോൾ അവൻ്റെ മുഖത്തിട്ട് നോക്കിയിട്ട് 2 അല്ലടാ പതി പറഞ്ഞതെന്നുള്ളൊരു ഇത് പറഞ്ഞു. പിന്നെ ഭക്ഷണം അല്ലേ എന്നുള്ള രീതിയിൽ ഞാനും വലിയ സീനാക്കിയില്ല. ഞാൻ നൈസായിട്ട് 2 അല്ലേ പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാ. അപ്പോൾ ഒരു ചായം കൊടുത്ത് അയാൾ 4 മുളക് ബജി കഴിച്ച് കഴിഞ്ഞിട്ടാ. മുളക് ബജി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അയാൾ പിന്നെ ചോദിക്കലും പറയലൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് എടുക്കാൻ തുടങ്ങി. പരിപ്പട, കേക്ക്, ഈ സാധനമൊക്കെ. ഞാനപ്പോൾ തന്നെ ഞാൻ മറ്റേ ഹിന്ദിക്കാരുടെ അടുത്ത് നോക്കിയപ്പോൾ 4 മുളക് ബജി, ഒരു ചായ, എൻ്റെ ചായ കൂടി കൂട്ടിക്ക് 2 ചായ എന്ന് പറഞ്ഞു. അപ്പോൾ 65 രൂപ പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ഗൂഗിൾ പേ ഇട്ട്. ഇപ്പം അവൻ കണ്ടിട്ടില്ലേ സംഭവം, അയാൾ കൈയിട്ട് എടുത്തോണ്ടിരിക്കണ ഇവ കണ്ടില്ലട്ടാ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബൈ അയാൾ എടുക്കണം. ഞാൻ പറഞ്ഞു അയാൾ എടുക്കണേ ഞാനെന്ത് ചെയ്യാനാണ് പറ്റോ, തോമസ് വിട്ടോടാന്നുള്ള മൂടാണ് ഞാൻ. അയാള് 3 പരിപ്പോടെ ഒരു കേക്കൊക്കെ അടിച്ച് കയറ്റി കഴിച്ച അയാളുടെ പൈസ ഇല്ല. ആ കടക്കാര് ട്രാപ്പായതാണ്. ഞാൻ നൈസായിട്ട് മുങ്ങി. എന്റെ പൊന്നോ 100-150 രൂപ അയാൾ അവിടെ നിന്ന് കയറ്റിട്ടുണ്ട്. ഞാനേ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം, എന്തെങ്കിലും വിശന്നിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ 2 മുളക് ബജി പറഞ്ഞപ്പോ ആ കടക്കാരൻ്റെ ഇത് 4 വെച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് കടക്കാരുടെ ദൈവം കൊടുത്തു പണി. അതായത് ഞാൻ കാശിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുള്ള കേസ്. ആ കാശിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അയാളെടുത്ത് തിന്നോണ്ടിരിക്കണേ. ഞാനപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് നൈസായിട്ട് സ്കൂട്ടായി. അയ്യോ എനിക്ക് വയ്യ. അയാൾ എന്നിട്ട് മറ്റേ ബായിന്റെ അടുത്ത് ബായ് 4 കേക്ക് 2 പരിപ്പട. ഞാൻ പറഞ്ഞു പോടാ മതി. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കൊടുക്കാൻ 4 കൊടുക്കാൻ 2 കൊടുക്കാനല്ലടാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സ്കൂട്ടായിട്ടുണ്ട്. അവിടെ ഒരു രക്ഷയില്ലടാ, മുട്ട വിറ്റായിരുന്നു. എൻ്റെ പൊന്നോ ചിരിച്ചിരിച്ച് ചത്ത് ഞാൻ. ഇന്നത്തെ ദിവസം എന്തായാലും പോസ്റ്റഡി ദിവസമാണ്. പക്ഷെ എനിക്ക് ചിരി നിർത്താൻ പറ്റാനുള്ള കേസ്. ഒടുക്കത്ത വിറ്റാണ് നടന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ഇത്ര നേരം നിന്നിട്ട് ഞാൻ ആകെ ശോകടിച്ചിരിക്കണായിരുന്നു. ഇപ്പോഴാണൊന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചിട. സത്യത്തില് ഒരു രക്ഷയില്ലാണ്ട് ഞാൻ ചിരിച്ച്. ഇപ്പം അതേ 4:04 4:45 എക്സാം കഴിയണത്. അപ്പോൾ എന്തായാലും വരും, നമ്മളെ വിളിച്ചോളാന്നാണ് പറഞ്ഞേക്കണത്. ഇപ്പം ആരും ഇറങ്ങിയിട്ടില്ല പുറത്തുനിന്നത്. ഇതാണ് കോളേജ് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ ഹോണാക്കിയപ്പോൾ തന്നെ ഇന്ന് എൻ്റെ ലൈഫിൽ എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഇവിടെയാണ് ഗൈസ്. ഏതാണ് സ്ഥലം, ഏതാണ് ഇന്ന് ഇതിലേ കൂടി പോകുമ്പോൾ ആലോചിക്കാം ഞാനൊരു ദിവസം മൊത്തം ഇവിടെ കിടന്നതാണെന്ന്. നമ്മുടെ എന്താ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. തൊടുപുഴയിലേക്ക് പോണ ആ ഒരു വഴിയിലാണ് ഞാൻ നിൽക്കണേടാ. എന്തായാലും 11:30 മണി തൊട്ട് 4 മണി വരെ ഞാനിവിടെ നിന്നിട്ടുണ്ട്. സെറ്റ്. ഇനി അവരൊന്ന് വന്നാൽ മതി. ഇവിടെ ഭയങ്കര വെയിലായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നീക്കിയിടാം. ഗൈസ്, നിങ്ങളുടെ വണ്ടികൾ വല്ലതും നിങ്ങൾക്ക് വിൽക്കാനോ റെൻറ്റിന് കൊടുക്കാനോ ലീസിനൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. കാരണം എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, റെൻറ്റിന് വണ്ടി കൊടുക്കുന്നുണ്ടോ, ലീസിന് കൊടുക്കുന്നുണ്ടോ, ടാക്സി വല്ലതും വിൽക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വല്ലത് കോൺടാക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യട്ടെ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂട്യൂബിൻ്റെ ബയോയിൽ കിടക്കുന്നുണ്ട്. സോ അതിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ആവശ്യക്കാരുടെ അതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ എല്ലാവരും സെയിലടിക്കാനോ ലീസിനോ റെൻറ്റിനൊക്കെ വണ്ടി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അയക്കട്ടെ. ടാക്സി വണ്ടിക്കാണ് കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കണേട്ടോ. അപ്പോൾ നൈസായിട്ട് മെസ്സേജ് അയക്കട്ടെ ഗൈസ്. ഇതേ ഗൈസ്, നമ്മൾ ഈ കോളേജിലേക്കാണ് ഓട്ടം വന്നേക്കണത്. വാഴക്കുളം മൂവാറ്റുപുഴ വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇവിടെയുണ്ട് എക്സാം നടക്കണത്. യെസ്. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഭയങ്കര ശോകമുണ്ടോ, ഭയങ്കര ശോകമടിച്ചിരിക്കണ സ്ഥലം. കടകളൊക്കെ എല്ലാം പൂട്ടിയിട്ടേക്കണം. ഭയങ്കര ശോകമുണ്ട് ഈ സ്ഥലം.
ഒരാളനക്കും ഇല്ലാത്ത സ്ഥലമാണ്. ആകപ്പാടെ വണ്ടികൾ മാത്രമേ പോകണമെന്നുള്ളൂ, വേറെ ആരും ഇല്ല സത്യത്തില്. ആകെ വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂടാ. പിന്നെ ഗുണ്ടച്ചേട്ടൻ മുളക് വെച്ച് മേടിക്കാൻ വേണ്ടി വന്നു. വേറെ ആരെയും അങ്ങനെ കണ്ടില്ലടാ. നടന്നൊന്നും പോണില്ല, ആൾക്കാരൊക്കെ ശോകമാണ്. പിന്നെ 2-3 പിള്ളേര് ഇങ്ങനെ കോളേജിലോട്ട് കയറി പോണേം കണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഒരാളനക്കും ഇല്ലാത്തൊരു സ്ഥലം, ഭയങ്കര ശാന്തത. ഗൈസ്, എന്തായാലും ഈ ട്രിപ്പ് 42 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ചുള്ളിക്കൽ നിന്ന് ഈ കോളേജ് വരെ. അപ്പോൾ അങ്ങനെ ഒരു 2600 റുപ്പീസാണ് നമുക്ക് ഇന്ന് സമ്പാദിക്കാൻ പറ്റിയത്. ഇപ്പം സമയം 4:39. ഇനി വെറും 6 മിനിറ്റും കൂടി ഉള്ളൂടാ എക്സാം കഴിയാൻ. പിള്ളേരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 4:45 ആകുമ്പോൾ കറക്റ്റായിട്ട് മേഡത്തിനെ ഒന്ന് കോൾ ചെയ്യാം. ബാക്കി വരണോടത്ത് വെച്ച് കാണാം. ഗൈസ്, അവർ വിളിച്ചായിരുന്നു കേട്ടോ. അവർ ഇപ്പോൾ വിളിച്ചായിരുന്നു സി ബ്ലോക്കിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടാ. സോ ഞാൻ അവരെ പോയി പിക്ക് ചെയ്ത് നേരെ ഇനി കൊച്ചിയിലേക്ക് വിടട്ടെ ഏട്ടാ. എന്തായാലും ഇത്ര നേരം പോസ്റ്റായി, 4:53 സി ബ്ലോക്ക് എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. അവിടെ നിന്ന് നേരെ ഇനി കൊച്ചി എത്തിയിട്ട് കാണട്ടെ ഗൈസ്. ഞാൻ സി ബ്ലോക്കിൽ എത്തിയിട്ടാ. ഇവിടെ വെയിറ്റ് ചെയ്യണേട്ടാ, വന്നിട്ടില്ല. നല്ലൊരു കയറ്റമായിരുന്നു കേട്ടോ, അടിപൊളി. ഗൈസ്, അങ്ങനെ ഞാൻ അവരെ ഡ്രോപ്പ് അടിച്ചിട്ട് ഞാൻ മട്ടാഞ്ചേരിയിൽ എത്തിയിട്ടാ. മട്ടാഞ്ചേരിയിൽ ഇപ്പം സമയം 7 മണിയായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു, കിടിലം ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കൊക്കെ താണ്ടി നമ്മ എത്തിയിട്ടാ. എൻ്റെ CNG പകുതിയെ തീർന്നിട്ടുള്ളൂടാ. പകുതി CNG ഉണ്ട് കേട്ടോ ഇനി. അതായത് ഞാൻ കാണിച്ചുതരാം എത്ര കിലോമീറ്റർ ഓടിയെന്ന് ഞാൻ കാണിച്ചുതരാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 104 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടാ ഗൈസ്. നോക്കിയേ, 104 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പകുതി CNG തീർന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിച്ചു. 104 കിലോമീറ്റർ ഓടി 3000 രൂപയിൽ 2300 രൂപ മേടിച്ചോളൂ കേട്ടോ. അതായത് 1500ഉം 1300 എനിക്ക് കിട്ടിയേക്കണേട്ടോ. അപ്പോൾ സംഭവം കലാശ്. ഇന്നത്തെ പരിപാടി കലാശാണ്ടാ. ഇന്നിത് ഇവിടെ ഒരു അപ്പൂപ്പൻ്റെ കടയുണ്ട്. ആ അപ്പൂപ്പൻ്റെ കടയിൽ പോയിട്ട് ഒരു സർവത്തും കുടിച്ച് വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോണേണ്ട. മച്ചാമാരപ്പം അടുത്ത വീഡിയോയിൽ കാണാടാ. ഞാൻ നേരെ വീട്ടിലോട്ട് പോകണേണ്. കൂട്ടുകാരന്മാരൊക്കെ അവിടേക്ക് ഉണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാരുടെയൊക്കെ ചെറിയ പൊളി. എന്തായാലും നല്ലൊരു ദിവസം ആയിരുന്നിട്ടാ. കുറച്ച് പോസ്റ്റ് അടിച്ചെങ്കിലും അത്യാവശ്യം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റി. ആകെ ഒരു കസ്റ്റമറെ നമുക്ക് കയറിയുള്ളൂ. ആ കസ്റ്റമറെ കൊണ്ട് നമുക്കൊരു 2000 സംതിങ് നമുക്ക് ഒപ്പിക്കാൻ പറ്റിയിടാ. എന്തായാലും ബൊബായിട്ടാ. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലടാ. ബൈ ബൈ.